ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. ഞാനിനി നിങ്ങൾക്ക് നമ്മുടെ എക്സർസൈസിൻ്റെ ബാക്കി തരാൻ പോവാണ് കേട്ടോ. ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ എക്സർസൈസിൻ്റെ ബാക്കി തരാനായിട്ട് പോവാണ്. പേജ് നമ്പർ 22. പേജ് നമ്പർ 22. അതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ നമ്പർ 3. ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. പാർട്ട് 3 പേജ് നമ്പർ 22. കിസ്നെ കിസ്സെ കഹ. കിസ്നെ കിസ്സെ കഹ. ഹു സെഡ് ടു ഹൂം. ആര് ആരോട് പറഞ്ഞു. അതിൻ്റെ അത് ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. ക. ജബ് മൈ രാജ ബനൂംഗാ തോ ഇസ് പ്രഥാ കോ ഹട്ടാ ദൂംഗ. ഞാൻ രാജാവായി കഴിഞ്ഞാൽ ഈ സിസ്റ്റം എൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ ഇല്ലാതാക്കും എന്ന് പറഞ്ഞത് ആരാണ്? കിസ്നെ കഹ. രാജാനെ. രാജാവാണ് പറഞ്ഞത് അല്ലേ. കിസ്സെ കഹ അപ്പനെ ആപ്സെ. തന്നോട് തന്നെയാണ് പറഞ്ഞത്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ ഖ. ബതായിയ മഹാരാജ് ക്യാ തയ്യാറി കി ചായേ. മഹാരാജാവെ പറഞ്ഞാലും എന്ത് തയ്യാറെടുപ്പുകളാണ് ഞാൻ നടത്തേണ്ടത്? ഇത് പറഞ്ഞതാരാണ്? കിസ്നെ കഹ എന്ന് പറഞ്ഞാൽ ഹൂ സെഡ്. ആരാണ് പറഞ്ഞത്? മന്ത്രിനെ കഹ. മന്ത്രിയാണ് പറഞ്ഞത്. കിസ്സെ കഹ ടു ഹൂം. ആരോടാണ് പറഞ്ഞത്? രാജാസെ കഹ. രാജാവിനോടാണ് പറഞ്ഞത്. ഓക്കെ, എഴുതി വെക്കുക കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഫിലപ്പ് ചെയ്ത് വെക്കുക. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. ഉചിത ശബ്ദസെ ഖാലിസ്ഥാൻ ഭരിയെ. 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ശരിയായ വാക്കുകൾ ബോക്സ് കിടപ്പുണ്ട്, അതെടുത്ത് നമ്മൾ ഫിലപ്പ് ചെയ്യണം. ഖാലിസ്ഥാനം നിറയ്ക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 1. ജബ് മേ രാജ ബനൂംഗാ തോ ഇസ് ഡാഷ് കോ ഹട്ടാ ദൂംഗ. ഞാൻ രാജാവാകുമ്പോൾ ഈ എന്തോ ഒരു സംഭവം ഞാൻ എടുത്ത് മാറ്റും. എന്താണെന്ന് നോക്കിക്കേ. പ്രഥ. അവിടെ പ്രഥയാണ്. കസ്റ്റം എന്ന് പറഞ്ഞാൽ ആചാരം. ഈ ആചാരം ഞാൻ എടുത്ത് മാറ്റുമെന്നാണ് രാജാവ് പറയുന്നത്. പ്രഥ. അവിടെ വേണ്ടത് പ്രഥയാണ് കേട്ടോ. നെക്സ്റ്റ് क्वेश्चन नंबर ख. लोगों की डैश थी कि बरगद में ദേവതാ का ഡാഷ് ഹേ. ആളുകൾക്ക് എന്തോ ഒന്നുണ്ടായിരുന്നു. ആ ബർഗദ് ആൽമരത്തിൽ എന്തോ ഉണ്ട് എന്ന ഒരു ചിന്ത ആളുകൾക്കുണ്ടായിരുന്നു അല്ലേ. ധാരണ. അവിടെ വേണ്ടത് ധാരണയാണ്. ധാരണ. ഓക്കെ. क्वेश्चन नंबर का. लोग बकरा भेड़ आदि काटकर पूजा करते और ഡാഷ് മനാത്തെ थे. ആള് ആടിനെയും ചെമ്മരിയാടിനെയും ഒക്കെ കൊന്ന് അവിടെ പൂജ അർപ്പിച്ചിരുന്നത് എന്തായിട്ടാണ് അവരത് ചെയ്തിരുന്നത്? മനൗത്തി. ഒരു നേർച്ചയായിട്ടാണ് അവരത് ചെയ്തിരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ ഖ. വേ രാജഗതി पर बैठकर ഡാഷ് ധർമ്മ के अनुसार രാജ്യ करने लगे. രാജാവ് എങ്ങനെയാണ് രാജ്യം ഭരിക്കാനായിട്ട് തുടങ്ങി? യഥാശക്തി ധർമ്മക്കെ അനുസാർ അല്ലേ. യഥാശക്തി. എങ്ങനെയാണോ ഒരു രാജാവ് രാജ്യം ഭരിക്കേണ്ടത് അതേ ശക്തിയോട് കൂടി തന്നെയാണ് അദ്ദേഹം രാജ്യം ഭരിച്ചത്. ദ ലാസ്റ്റ് വൺ കേട്ടോ. മന്ത്രിനെ രാജാക്കെ ആദേശിക്ക് ഘോഷണ കരുതി. മന്ത്രി രാജാവിൻ്റെ ആദേശം ആജ്ഞ വിളംബരം ചെയ്തു. രാജ്യം മുഴുവനും മന്ത്രി രാജാവിൻ്റെ വിളംബരം അറിയിച്ചു. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് എഴുതി വയ്ക്കുക. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് പേജ് നമ്പർ 23. ക്വസ്റ്റ്യൻ നമ്പർ 1. ഭാഷാ കൗശൽ. ഭാഷാ കൗശൽ എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് സ്കിൽസ്. അറിയാമല്ലോ നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, പല വീഡിയോയിലൂടെയും പറഞ്ഞിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 1. ദിയേ ഗയേ ശബ്ദം കെ വിലോം ശബ്ദ ലിഖിയെ. തന്നിരിക്കുന്ന വാക്കുകളുടെ വിലോം ശബ്ദ അഥവാ ഓപ്പോസിറ്റ് വേർഡ് നമ്മൾ എഴുതണം. ക്വസ്റ്റ്യൻ നമ്പർ 1. ധർമ്മ അധർമ്മ. ഹിംസ അഹിംസ. झूठ सच. निकट दूर. देवता दानव. राजा रंक. पाप पुण्य मृत्यु जन्म. ഒരേ കൂടി. ധർമ്മ അധർമ്മ. ഹിംസ അഹിംസ. झूठ सच. निकट दूर. देवता दानव. राजा रंग. പാപ പുണ്യ മൃത്യു ജന്മ. അപ്പോൾ ഇത്രയും വാക്കുകൾ നിങ്ങൾ എഴുതി വയ്ക്കുക. ടെക്സ്റ്റ് ബുക്കിലേക്ക് എഴുതുക. പഠിക്കുക കേട്ടോ. പഠിക്കുക കുട്ടികളെ. നിങ്ങൾക്ക് പഠിക്കാതെ പറ്റത്തില്ല, പരീക്ഷയല്ലേ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കി ക പ്രയോഗമാണ്. കി
കീ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ദാറ്റ് എന്നാണ് കീയുടെ അർത്ഥം. ഓക്കെ, ഈ കീ എന്ന് പറയുന്നത് കീ ദോ വാക്യോം കോ ജോഡനെ കെ ലിയെ യോജക കെ രൂപമേ പ്രയുക്ത ഹോത്താ ഹെ. രണ്ട് വാക്യങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ രണ്ട് സെൻറ്റൻസുകളെ തമ്മിൽ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് കീ. ദാറ്റ് എന്നർത്ഥം വരുന്ന കീ. ഓക്കെ, കീ സംബന്ധ കാരക ഹേ. കീ എന്ന് പറഞ്ഞാൽ എന്താണ്? സംബന്ധകാരകാണ്. कि दो वाक्यों को जोड़ने के लिए योजक के रूप में प्रयुक्त होता है. രണ്ട് സെൻറ്റൻസുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കീ ഉപയോഗിക്കുക. മനസ്സിലായല്ലോ? കീ എന്ന് പറയുന്നത് ഒരു സംബന്ധ കാരകമാണ്. ഇനി കീ ഇംഗ്ലീഷിൽ ദാറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചുകൊണ്ട് എപ്പോഴും ദാറ്റ് ഉപയോഗിക്കേണ്ടടുത്ത് കീ ഉപയോഗിക്കില്ല കേട്ടോ. ഓക്കെ, എല്ലാവരും മനസ്സിലാക്കുക. കീ അവർ കീക പ്രയോഗം. ഇനി കീ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇൻ്റെ ഉടെ എന്നാണ്. ഓക്കെ, ഇൻ്റെ ഉടെ. കീ ഇക്ക് ഡിഡ് എന്നും അർത്ഥമുണ്ട്. തുമ്നെ സഹി ബാത്ത് കീ, നീ നല്ല കാര്യമാണോ ചെയ്തേ? അപ്പോൾ കീയുടെ അർത്ഥം ചെയ്യുക എന്ന അർത്ഥവും കൂടെ ഉണ്ട്. ഓക്കെ, ഹായ് ചിൽഡ്രൻ, ഇനി നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുക കേട്ടോ. रिक्त स्थानों की पूर्ति की या की के കീസേ കരെ. കീ കൊണ്ടോ കീയോ കൊണ്ടോ നമ്മൾ ഈ തന്നിരിക്കുന്ന കാര്യസ്ഥാനം പൂരിപ്പിക്കണം. ഓക്കെ, क्वेश्चन नंबर का एक बात उस ढंग से करनी होगी ഡാഷ് ലോകം കോ കഷ്ട നാ ഹോ. അവിടെ ഏത് കീ ആണ് വേണ്ടത്? ഹ്രസ്വം കീ ആണ് വേണ്ടത് കേട്ടോ. സ്മോൾ കീ ആണ് വേണ്ടത്. ദാറ്റ് അർത്ഥം വരുന്ന കീ ആണ് അവിടെ വേണ്ടത്. ഇനി क्वेश्चन नंबर ഖ ഉनकी धारणा थी ഡാഷ് ഉസ് ബർഗദ് കെ പേട് पर देवता का वास है. കീ ആണ് വേണ്ടത് ദാറ്റ്. ആ രണ്ട് വാക്യത്തിനെ തമ്മിൽ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് അവിടെ കീ. ഹ്രസ്വം കീ ആണ് വേണ്ടത്. അവിടെ ഇങ്ങനെ എഴുതണം, ഉनकी धारणा थी कि उस बरगद के पेड़ पर देवता का वास है. इनी क्वेश्चन नंबर ग लोग बकरा भेड़ आदि काटकर देवता ഡാഷ് പൂജ करते थे. അപ്പോൾ അവിടെ വേണ്ടത് ദേവതയുടെ പൂജിച്ചു എന്നാണ്, ദേവതയുടെ പൂജ ചെയ്തു എന്നാണ്. അപ്പോൾ അവിടെ കീ എന്നർത്ഥം വരുന്ന വാക്കാണ് നമുക്കവിടെ വേണ്ടത്. അപ്പോൾ നോക്കിക്കേ, ലോക ബക്ര ഭേഡ് ആദി കാട്ടുകർ ദേവതാക്കി പൂജ करते थे. ഇനി क्वेश्चन नंबर ഖ राजकुमार ने उसी तरह पूजा की जिस तरह लोग कर रहे थे. അവിടെ കീ പൂജ ചെയ്തു. കണ്ടോ, ചെയ്തു. ഇവിടെ വന്ന ചെയ്തു എന്ന് അർത്ഥം വരുന്ന വാക്കാണ് വന്നിരിക്കുന്നത്. പൂജ ചെയ്തു. ജിസ് തര ലോഹ് കർ രഹേത്തെ, ആളുകൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെയുള്ള പൂജ രാജകുമാരൻ ചെയ്തു. അടുത്ത क्वेश्चन नंबर ग രാജാ की मृत्यु होने पर राजकुमार ही राजा हुए. രാജാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ രാജകുമാരൻ തന്നെയാണ് രാജാവിൻ്റെ സ്ഥാനത്ത് രാജാവായത്. ഓക്കെ, അപ്പോൾ അവിടെ വേണ്ടത് കീ എന്ന് പറയുന്ന ആ വാക്കാണ് കേട്ടോ. അത് നിങ്ങൾ എഴുതി വയ്ക്കുക, ടെക്സ്റ്റ് പൂരിപ്പിക്കുക. ഓക്കെ, താങ്ക് യു. ഫ്രം ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 23 क्वेश्चन नंबर 3 रंगीन सर्वनाम किस संज्ञा के लिए प्रयुक्त हुए हैं. കളറിൽ തന്നിരിക്കുന്ന സർവനാമം അറിയാമല്ലോ, പ്രോനൗൺ. ഏത് സംജ്ഞയ്ക്ക് വേണ്ടി, ഏത് നൗണിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ പാഠപുസ്തകത്തിൽ സെൻറ്റൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ സെൻറ്റൻസ് നോക്കിയിട്ട് നമുക്ക് ഇതാർക്ക് വേണ്ടിയിട്ടാണ് പ്രയോഗിച്ചിരിക്കുന്നതെന്ന് നോക്കാം. क्वेश्चन नंबर ക वह छोटी उम्र में नाना विद्याओं को सीखकर विद्वान हो गया. वह വളരെ ചെറുപ്പത്തിൽ തന്നെ പലതരത്തിലുള്ള വിദ്യകൾ അഭ്യസിച്ച് ഒരു വിദ്വാനായി തീർന്നു. അപ്പോൾ ആദ്യം കിടക്കുന്നത് വഹാണ്. വഹ് എന്ന പറയുന്നത് വഹ് എന്ന സർവനാമം ഏത് സംജ്ഞയ്ക്ക് വേണ്ടിയാണ് പ്രയോഗിച്ചിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് രാജകുമാർ എന്ന് പറയുന്ന സംജ്ഞയ്ക്ക് വേണ്ടിയിട്ടാണ് അവിടെ ആ വഹ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, വഹ് ചോട്ടി ഉമർമേ നാനാ വിദ്യാവും കോ സിഖുകർ വിദ്വാൻ ഹോ ഗയ. രാജകുമാർ കേലിയെ, രാജകുമാറിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ ഖ രാസ്തമേ ഉൻഹോനെ ദേഖാ ബഹുത് സേ ലോഗ് ബർഗദ് के नीचे जमा है. ബർഗദ് കെ നീച്ചെ ജമാ ഹെ, അത് രാജകുമാറിന് വേണ്ടിയിട്ടാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്.
रास्ते में उन्होंने देखा बहुत से लोग बरगद के नीचे जमा है. ഉൻഹോനെ അദ്ദേഹം കണ്ടു എന്ന് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് രാജകുമാറിന് വേണ്ടിയിട്ടാണ്. ക്വസ്റ്റ്യൻ നമ്പർ ഗ. ഡാഷ് ധാരണ തീ കി ഉസ് ബർഗദ് കെ പേട് पर एक देवता का वास है. അവരുടെ ധാരണയായിരുന്നു ബർഗദ് ആൽമരത്തിൽ ഒരു ദേവത വസിക്കുന്നുണ്ട് എന്ന അവരുടെ ധാരണയായിരുന്നു. ഉൻകി അവരുടെ. ആ അവർ എന്ന വാക്ക് ആർക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്? ലോഗ് ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ആളുകൾക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഉൻകി ധാരണ എത്തിക്ക് ഉസ് ബർഗദ് കെ പേട് पर एक देवता का वास है. അവരുടെ ധാരണ ഇതായിരുന്നു. എന്തായിരുന്നു? കി ദാറ്റ് ഉസ് ബർഗദ് കെ പേട് पर ആ ആൽമരത്തിൽ ഏക ദേവതാ കാ വാസ് ഹെ ഒരു ദേവത വസിക്കുന്നുണ്ട് എന്നായിരുന്നു അവരുടെ ധാരണ. അപ്പോൾ ആ ഉൻകി എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ലോഗ്. ലോഗ് എന്ന് പറഞ്ഞാൽ പീപ്പിൾ, ആളുകൾ. ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ആ വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് പൂരിപ്പിച്ച് വയ്ക്കുക കേട്ടോ. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 4. ക്രിയാ ശബ്ദ രേഖാങ്കിത് കിജിയെ. ക്രിയ എന്താണ്? ക്രിയ എന്ന് പറഞ്ഞാൽ വെർബാണ്. അണ്ടർലൈൻ ദ വെർബ്, ആക്ഷൻ വേർഡ്. വാട്ട് ഈസ് വെർബ്? വെർബ് ഈസ് എ ഡൂയിങ് വേർഡ്. ഡൂയിങ് വേർഡ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന പ്രവൃത്തി. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാണ് ക്രിയ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അത് ക്രിയാശബ്ദത്തെ നമ്മൾ അണ്ടർലൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വെർബാണ്. വാട്ട് ഈസ് വെർബ്? ആക്ഷൻ വേർഡ് യാ ഡൂയിങ് വേർഡ്. ഓക്കെ. का मैंने जब राजा बनूंगा तो इस प्रथा को हटा दूंगा. ഞാൻ രാജാവാകുമ്പോൾ ഈ സിസ്റ്റം ഞാൻ ഇല്ലാതെയാക്കും എന്ന് പറഞ്ഞത് ഹട്ടാ ദൂങ്ക. അതാണ് അതിൻ്റെ അകത്തെ വെർബ്. അണ്ടർലൈൻ ചെയ്യുക കേട്ടോ ക്രിയാശബ്ദം. ഇനി രാജകുമാർ രഥപ്പുർ ചടുക്കർ നഗർക്ക് ബാഹർ ഗൂമിന് ഗേ. രാജകുമാരൻ രഥത്തിൽ കയറി നഗരത്തിന് പുറത്ത് കറങ്ങാനായിട്ട് പോയി, വെറുതെ കാണാനായിട്ട് പോയി. അപ്പോൾ ഗൂമിന് ഗേ അതാണ് അതിൻ്റെ അകത്തെ വെർബ്. ഓക്കെ. നെക്സ്റ്റ് क्वेश्चन नंबर ग. राजगद्दी पर बैठकर യഥാശക്തി ധർമ്മ के अनुसार രാജ് करने लगे. അതിൽ करने लगे എന്നുള്ളതാണ് ആക്ഷൻ വേർഡ് യാ വെർബ് അഥവാ ക്രിയ. क्वेश्चन नंबर घ. मंत्री ने कहा बताइए महाराज क्या तैयारी की जाए. എന്ത് തയ്യാറെടുപ്പുകളാണ് നടത്തേണ്ടത്? മന്ത്രി രാജാവിനോട് ചോദിച്ചു. അപ്പോൾ കീ ജായേ എന്ന് പറയുന്നതാണ് അതിൻ്റെ അകത്തെ വെർബ്. ഓക്കെ. ആക്ഷൻ വേർഡ് ക്രിയാശബ്ദ് എന്ന് പറയുന്നത് കി ജായാണ്. ടെക്സ്റ്റ് ബുക്കിലേക്ക് അടയാളപ്പെടുത്തി അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ഇനി ഇസ് പ്രകാർ കി പൂജ കർക്കെ വേ അപ്പിനി മനോത്തി മനായെങ്കിൽ. ഈ തരത്തിലുള്ള പൂജ ചെയ്ത് അദ്ദേഹം തൻ്റെ പ്രതിജ്ഞ നിറവേറ്റും. മനായെങ്കിൽ ഇതാണ് ക്രിയാശബ്ദം. ഓക്കെ. താങ്ക് യു. क्वेश्चन नंबर 5. दिए गए वाक्यों को शुद्ध कीजिए. करेक्ट द गिवन सेंटेंस. क्वेश्चन नंबर का. वृक्ष के नीचे उन्होंने मनौती किया था എന്നുള്ളിടത്ത് की थी എന്ന് എഴുതണം കേട്ടോ. അവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ ഖ. രാജകുമാർ രഥ് पर चढ़कर नगर के बाहर घूमने गए എന്ന് നിങ്ങൾ എഴുതണം. क्वेश्चन नंबर ग. उन्हीं को जुटाने के लिए नगर में भेर बजवा कर घोषणा कर दी गई എന്നാണ് അവിടെ എഴുതേണ്ടത് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ ഘ. പൂജ കർക്കെ വേ അപ്പനി മനോത്തി മനായേഗി എന്നുള്ളിടത്ത് മനായെങ്കെ എന്ന് എഴുതണം. ഓക്കെ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ പൂരിപ്പിക്കുക കേട്ടോ. ഓക്കെ. ബൈ. താങ്ക് യു.